വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ലുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് BDS വിദ്യാർത്ഥി മരിച്ച ആ ഒരു സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സുരക്ഷാ വീഴ്ച പരിശോധിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഏപ്രിൽ 2-ന് തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. തമിഴ്നാട്ടിൽ നിന്ന് പാറയുമായി എത്തുന്ന ടിപ്പർ ലോറികൾ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോ തയ്യാറാകുന്നില്ല. വലിയ പാറക്കഷ്ണങ്ങൾ ഏതു നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴത്തക്ക നിലയിലാണ് വർഷങ്ങളായി ടിപ്പറുകൾ വരുന്നത്. അനുവദനീയമായതിലും ഇരട്ടിയിലധികം ഭാരവുമായിട്ടാണ് വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയായി ടിപ്പറുകൾ എത്തുന്നത്. അലക്ഷ്യവും അപകടകരമായ നിലയിൽ പാറക്കഷ്ണങ്ങൾ കയറ്റിയ മിക്ക ലോറികളുടെയും പിൻവശത്തെ വാതിലുകളും അവ പൂട്ടാനുള്ള കമ്പികളും തകർന്ന നിലയിലാണ്. വാതിലുകൾ കൃത്യമായി അടയ്ക്കാതെ പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് കെട്ടിയാണ് എത്തുന്നത്. പ്ലാസ്റ്റിക് ചരട് പൊട്ടിയാൽ വലിയ അപകടമാണ് ഉണ്ടാവുക. പരമാവധി 40 ടൺ ഭാരം വലിക്കാൻ കഴിയുന്ന ടിപ്പർ ലോറികൾ അതിർത്തി കടന്നെത്തുന്നത് 80 ടണ്ണിലധികം ഭാരവുമായിട്ടാണ്. ടിപ്പറിന് മുകളിൽ അപകടകരമായ രീതിയിൽ വലിയ പാറക്കല്ലുകൾ കൂമ്പാരമായിട്ടാണ് ടിപ്പറുകൾ പായുന്നത്. ഇത്തരത്തിൽ കൂട്ടിയിട്ട കല്ല് ചെറിയൊരു കുഴിയിൽ വീണപ്പോൾ തെറിച്ചു പോയതാണ് മുക്കോലയിലെ അപകടത്തിന് ഇടയാക്കിയത്. തേഞ്ഞു തീർന്ന ടയറുകൾ പൊട്ടിയിട്ടും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 4 വർഷമായി തമിഴ്നാട്ടിൽ നിന്ന് വിഴിഞ്ഞത്തിന്റെ മറവിൽ ഇത്തരത്തിൽ ടിപ്പർ ലോറികൾ വൻതോതിൽ എത്തുന്നത്. ഇവയിൽ പകുതിയിൽ താഴെ മാത്രമാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ബാക്കിയുള്ളവയാകട്ടെ ജില്ലയിലെ സ്വകാര്യ ഗോഡൌണിലേക്കാണ് പോകുന്നത്. 26 വയസ്സ് മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. നിയമം അനുശാസിക്കുന്ന സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നിയമപാലകരുടെ കർത്തവ്യമാണ്. ഹെൽമറ്റ് വയ്ക്കാത്തതിന് പെറ്റി നൽകാൻ കാണിക്കുന്നതിന്റെ പകുതി ആർജവമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ജീവൻ പൊലിയാതിരുന്നേനെ. നാളെ മറ്റൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ. അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ മൂലം അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.